മൈൻഡ് വൈബ് എന്നതിൻ്റെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിതത്തെ നിശബ്ദമായി നശിപ്പിക്കുന്ന സൈലൻറ്റ് കില്ലേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത് ഓവർ തിങ്കിങ്, അമിത ചിന്ത. എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ പോകുമ്പോൾ അത് ചെയ്യണോ, ചെയ്താൽ മറ്റുള്ളവർ എന്തു പറയും, അത് വിജയത്തിലെത്തുമോ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് അമിത ചിന്ത. ഇങ്ങനെ അമിത ചിന്തയുള്ളവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ശരിയായി ചെയ്യാനും പറ്റത്തില്ല. അതുകൊണ്ട് അമിത ചിന്ത വരുമ്പോൾ നമ്മൾ നമ്മുടേതായ എന്തെങ്കിലും ഇഷ്ടമുള്ള കാര്യത്തിൽ ഏർപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടണം. രണ്ടാമതായി കമ്പാരിസൺ, താരതമ്യപ്പെടുത്തുക. എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ രാജ്യത്തല്ല കൂടുതൽ വർക്ക് ചെയ്തത്, വേറൊരു രാജ്യത്താണ്. അപ്പോൾ എൻ്റെ അടുക്കൽ ഒരു പേരൻസും ഒരു കുട്ടിയും വന്നു. ഞാൻ ഫാദറും മദറും ഒരു കുട്ടിയും കൂടി വന്നു. ആ കുഞ്ഞിനെ എനിക്ക് നല്ലവണ്ണം പരിചയമുണ്ട്, ഞാൻ പഠിപ്പിക്കുന്ന കുഞ്ഞുകൂടിയാണ്. ആ കുട്ടി നല്ലൊരു ബ്രൈറ്റ് സ്റ്റുഡൻ്റാണ്. എനിക്ക് ഈ പേരൻസുമായിട്ടും ഈ കുട്ടിയുമായിട്ടും നല്ല കണക്ടിവിറ്റി ഉണ്ട്. അവർ സംസാരിച്ച് വന്നപ്പോൾ എനിക്ക് ആ മാതാപിതാക്കളെയാണ് കൂടുതൽ കൗൺസിൽ ചെയ്യേണ്ടി വന്നത്. ഈ കുട്ടി ഒരു നല്ല കുട്ടിയാണ്. നല്ല കുട്ടി എന്ന് പറഞ്ഞാൽ ബ്രൈറ്റാണ്, പഠിക്കുകയും ചെയ്യും, മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ മിടിക്കുകയാണ്. പക്ഷെ അതൊന്നും മാതാപിതാക്കൾ മനസ്സിലാക്കാത്തത്, നല്ല പഠിപ്പത്ത് 2 കുഞ്ഞുങ്ങളുണ്ട്, അവരുടെ 2-3 മാർക്ക് ഫസ്റ്റ് റാങ്കിന് കുറയുന്നെന്ന് പറഞ്ഞ് അവരിതുമായി താരതമ്യപ്പെടുത്തി എപ്പോഴും വഴക്ക് പറയും. പക്ഷേ ഈ കുഞ്ഞുങ്ങളുടെ സ്വഭാവം എന്ന് പറയുന്നത് ആരോടും മിണ്ടത്തുമില്ല, പഠിത്തം മാത്രം, ഒരു പെൻസില് പോലും ആർക്ക് കൊടുക്കത്തില്ല, ഒരു കരിക്കുലർ ആക്ടിവിറ്റീസിലും എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് അക്കാഡമിക്കൽ ആക്ടിവിറ്റീസിലും ഒന്നും പാർട്ടിസിപ്പേറ്റ് ചെയ്യത്തില്ല. അങ്ങനത്തെ കുഞ്ഞുങ്ങളായിരുന്നു. പക്ഷേ ഈ കുട്ടി നല്ല ബ്രൈറ്റാണ്, എല്ലാത്തിനും ഇൻവോൾവ് ആവുന്ന കുഞ്ഞായിരുന്നു. ഞാനത് പിന്നീട് പേരൻസിനെ കൂടുതലായി പറഞ്ഞ് മനസ്സിലാക്കി, കുട്ടിയോടും പറഞ്ഞു, പേരൻസിൻ്റെ വികാരമൊക്കെ ഒന്ന്, അവരുടെ വിചാരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി. അങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്. കറേജ് ടു ബി ഡിസ്ലൈക്ക് എന്നൊരു ബുക്കുണ്ട്. അത് ജാപ്പനീസ് ഫിലോസഫറായ അൽഡ്രിൻ സൈക്കോളജി ബേസ്ഡ് ബുക്കാണ്. ആ ബുക്കിൽ പറയുന്നുണ്ട്, നമ്മൾ മറ്റൊരാളുമായി കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ തലച്ചോറ് സ്ട്രെസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും. അപ്പോഴാണ് കൂടുതൽ ദേഷ്യമൊക്കെ വരുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, നമ്മൾ ഒരാളോടല്ല മത്സരിക്കേണ്ടത്, നമ്മളോട് തന്നെ, നമ്മുടെ യഥാർത്ഥ രൂപത്തോട് തന്നെ നമ്മൾ മത്സരിക്കണം. അങ്ങനെ മത്സരിക്കുമ്പോൾ ഇന്നലത്തെ ആൾക്കാരല്ല ഇന്ന് നമ്മൾ അല്പം കൂടെ മെച്ചപ്പെടണം, നാളെ അതിലും അല്പം മെച്ചപ്പെടണം. അങ്ങനെ മെച്ചപ്പെട്ട് വളർച്ചയിലേക്ക് വരണം എന്നാണ് അദ്ദേഹം നമ്മളോട് പറയും. മൂന്നാമതായി, പെർഫെക്റ്റ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കരുത്. നാളെ നീള പുന എന്ന് പറയും. ഇതാണ് പ്രോക്രാസ്റ്റിനേഷൻ. ഇത് നമ്മുടെ തലച്ചോറ് താൽക്കാലികമായ ഒരു ആശ്വാസം കിട്ടാൻ വേണ്ടി കണ്ടെത്തുന്ന അല്ലെങ്കിൽ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയാണിത്. നമ്മൾ വലിയ ന്യൂറോളജിസ്റ്റായ ജെയിംസ് ക്ലിയർ എഴുതിയ ബെസ്റ്റ് സെല്ലർ എന്ന പ്രശസ്തമായ ബുക്കിൽ ആറ്റമിക് ഹാബിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, നമ്മൾക്ക് ഒരു കാര്യം തുടങ്ങണമെങ്കിലോ ചെയ്യണമെങ്കിലോ നമ്മൾ വലിയ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണമെന്ന് വിചാരിക്കരുത്. അല്ലാതെ തന്നെ തുടങ്ങണം.
നമ്മളിലുള്ള സിറ്റുവേഷൻ എന്തെന്ന് വെച്ച് ആക്ഷൻ തുടങ്ങണം. ആക്ഷൻ എടുക്കുമ്പോഴാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതൊരു പെർഫെക്ഷനിലോട്ട് വരും. നിങ്ങൾ എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചുമ്മാതെ വളരെ വേദനിച്ച് ചിന്തിച്ചു കളഞ്ഞ് സമയം കളയുകയും ചെയ്യരുത്. അത് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുകയും ചെയ്യരുത്. നാളെ എന്ന് പറഞ്ഞ് നോക്കാതെ നിങ്ങളൊരു ആക്ഷന് എടുക്കുക. അപ്പം നിങ്ങൾ ഈ 3 കില്ലേഴ്സിനെ മനസ്സിലാക്കിയല്ലോ. നിങ്ങളെ തളർത്തുന്ന ഇതിലേതാണ്, ഏത് വില്ലനാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോകൾക്കായി മൈൻഡ് വൈബ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ബൈ.